രജനി, കൊലപാതകം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംഭവം പ്രദേശവാസികളടക്കം അറിയുന്നത്. അതായത് ഈ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾക്ക് ശേഷം ഇവിടേക്കും, അതായത് ഈ പ്രദേശപുരത്തും ഒരു കൊലപാതകം നടന്നു എന്ന് പറയുമ്പോഴാണ് പ്രദേശവാസികളും അറിയുന്നത്. അതിനുശേഷമാണ് ഇവിടേക്ക് ആളുകൾ കൂടുതലായിട്ട് എത്തുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായത്. അതായത് അഫ്സാൻ കൊലപാതകം നടത്തി പോലീസിൽ കീഴടങ്ങിയ ശേഷം വീട്ടിലെ കൊലപാതകം നടത്തിയത് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യവും അതോടൊപ്പം സഹോദരനെ കൊലപ്പെടുത്തിയ കാര്യമെല്ലാം പറഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലത്ത് കൊലപാതകം നടന്ന വിവരം അറിയുന്നത്. തുടർന്നാണ് പിന്നീട് പോലീസ് സംഘം എത്തുകയും ഈ പ്രദേശവാസികളടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ ആംബുലൻസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതിനായുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലാണ് ഈ അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരുണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്, ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിശദമായ രീതിയിൽ ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് കൃത്യമായി വെളിപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിസ്റ്ററിയായി തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഇത് നടത്തിയതെന്നോ കൃത്യമായൊരു കാര്യം നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കൊലപാതക ശ്രമമാണെങ്കിൽ പോലും അത് എന്തുകൊണ്ട് ചെയ്തു എന്നും അടക്കമുള്ള കാര്യത്തിലൊരു കൃത്യത ആർക്കും പറയാൻ കഴിയില്ല. ചേട്ടാ, നിങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നവരല്ലേ? ചേട്ടാ, ഈ പ്രദേശത്തുള്ളവരല്ലേ? എവിടെ താമസിക്കുന്നത്? എപ്പോഴാണ് നിങ്ങൾ ഈ വിവരം അറിയുന്നത്? ഞങ്ങൾ അറിയുന്നത് ഒരു 7-7:30 മണിയാവും അറിയുന്നത്. വൈകിട്ടല്ലേ? വൈകുന്നേരം. അതായത് പോലീസൊക്കെ ഇവിടെ എത്തിയതിനു ശേഷമാണ് നിങ്ങൾ വന്നാണ് അറിയുന്നത്. പുറംലോകം അറിയുന്നത്, നമ്മളൊക്കെ അറിയുന്നത് അപ്പോൾ അറിയുന്നത്. അല്ലാത്തൊരു ശബ്ദമോ ഒന്നും ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ല. അയൽവാസികളുണ്ട്, പക്ഷെ അവർ പോലും അറിഞ്ഞില്ല. ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. പോലീസുകാർ അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അവിടെ അപ്പുറത്തെ ജംഗ്ഷനിൽ വന്നിട്ട് ആളിനെ കൂട്ടി ഇവിടെ വന്നിട്ട് തുറക്കുമ്പോഴാണ് സംഭവം നടക്കുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് എല്ലാവരോടും മരണപ്പെട്ട സാധു മനുഷ്യന് അധികാര നമസ്കാരവും കാര്യങ്ങളുമായിട്ട് പുള്ളി റിട്ടയർഡാണ് ആയിരുന്നു. പിന്നെ സുഖമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. മറ്റ് അസുഖങ്ങളുണ്ട്. പുള്ളിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. അത് ഏകദേശമൊക്കെ ട്രീറ്റ്മെൻറ്റിൽ റിക്കവറി ആയി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഭാര്യയ്ക്കല്ലായിരുന്നു അദ്ദേഹത്തിന് നമ്മുടെ എൻ്റെ കൊച്ചാപ്പാര മോളാണ് എൻ്റെ സഹോദരി. എൻ്റെ കൊച്ചാപ്പായുടെ മകളാണ് സായിദ. വളരെ സൗമ്യനാണ്. എല്ലാ കാര്യങ്ങളും പള്ളികളിലും എല്ലാം നമസ്കാരത്തിനും എല്ലാം എത്താറുണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ അഫ്സാനെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അതിങ്ങനെ ഒരു അനുജൻ്റെ മോനോടൊന്നോ? നമ്മുടെ സംസാരിക്കാറില്ലായിരുന്നു. അടുത്ത ഇന്നലെ ഞങ്ങൾ കണ്ടതാണ്, രാവിലെ പള്ളി വെച്ച് കണ്ടതാണ്. അപ്പോൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വിവരങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടുമില്ല.